അവാമി ലീഗിന് വിജയം നേടുവാൻ വേണ്ടിയിട്ടാണോ ഇന്ത്യ ഷേഖ് ഹസീനയെ സംരക്ഷിക്കുന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അല്ല, അത് തിരിച്ചാണ് ചോദിക്കേണ്ടത്. ഈ ഫെബ്രുവരിയിൽ വരുന്ന ഇലക്ഷന് മുമ്പേ അവാമി ലീഗിൻ്റെ നേതാവായ ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊന്ന് അവിടെ മൃതപ്രായമാക്കിയില്ലെങ്കിൽ ഈ സമാധാന നോബൽ സമ്മാനക്കാരന് അവിടെ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ജനങ്ങൾ ഹസീനയ്ക്ക് വോട്ട് ചെയ്യും എന്നതുകൊണ്ടാണോ എന്ന് ചോദിക്കേണ്ടതാണ്. തിരിച്ചാണ് ചോദിക്കേണ്ടത്. അല്ല, മറ്റൊന്ന് ഈ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയ ഒരു കാര്യം, ഷേഖ് ഹസീനയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിഞ്ഞിരുന്നു, അതെല്ലാം തിരിച്ചറിയുന്നു. പക്ഷേ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സമാധാനം, അവരുടെ ജനാധിപത്യ വിശ്വാസം, അതിനെ ഒന്നും ഹനിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെയെല്ലാം മാനിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യ കൈക്കൊള്ളുന്നതെന്നാണ് ഇന്ത്യ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം ഇന്ത്യ വൈദ്യുതി കൊടുക്കുമായിരുന്നു, ഇന്ത്യ ജലം കൊടുക്കുമായിരുന്നു, ഇന്ത്യ മരുന്ന് കൊടുക്കുമായിരുന്നു, ഇന്ത്യ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇന്ത്യ സാമ്പത്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രേഡ് നടത്തിയിട്ട് സാമ്പത്തികമായ ഒരുപാട് ഉന്നമനത്തിനുള്ള മാർഗങ്ങൾ അവർക്ക് കൊടുക്കുമായിരുന്നു ബംഗ്ലാദേശിന്. അങ്ങനെ ബംഗ്ലാദേശ് ജനതയ്ക്ക് തൊഴിലും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിന്, മരുന്നും ഭക്ഷണവും വരെ ലഭിക്കുന്നതിന് ഒക്കെ, അതുപോലെ തന്നെ എപ്പോഴും ഈ ബ്രഹ്മപുത്രയിൽ നിന്ന് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്നതാണല്ലോ. ആ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ ഇന്ത്യൻ സേന അവിടെ പോയി സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ഇത് ബംഗാളിനെ പോലെയാണ് നമ്മൾ ബംഗ്ലാദേശിനെ പലപ്പോഴും കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നടന്ന ബംഗ്ലാദേശിനെ നശിപ്പിക്കാനായിട്ട് ചിലർ ശ്രമിക്കുകയാണ്. അവരെ ആ ജനതയെ ഇന്ത്യക്ക് എതിരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് അവർക്ക് ഹസീനയെ വിട്ടുകൊടുക്കുക? തീർച്ചയായിട്ടും നാളെ ഹസീനയുടെ നേതൃത്വത്തിൽ, വീണ്ടും ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു അവാമി ലീഗിൻ്റെ മന്ത്രിസഭ ഉണ്ടാവും. ഷെയ്ഖ് ഹസീന 6ാമതും പ്രധാനമന്ത്രിയാകും അവിടെ. പക്ഷേ ജനാധിപത്യപരമായ ഇലക്ഷൻ നടക്കണം. ഇന്നത്തെ അല്ലെങ്കിൽ അധോലോക സർക്കാർ മാറിക്കിട്ടണം.